मौत भी ना जिसे रोक पाएगी। ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. പിന്നെ ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് 9 10 ഓർമ്മയില്ല ഈ എപ്പിസോഡ് ഇടുന്നത്. കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ, ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടിരുന്നു. ഫോണ് ഏപ്രിൽ 3-ാം തീയതിയാണ് എൻ്റെ കൈ കിടന്ന് പൊട്ടുന്നത്. കയ്യിൽ നിന്ന് വീണ് പൊട്ടുന്നത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഏകദേശം ഈ ഇടുപ്പ് ഞാനിപ്പോൾ ഇട്ടയും എപ്പിസോഡിൻ്റെ എഡിറ്റ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റൊക്കെ എൻ്റെ ഫോണിലുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് പൊട്ടി തരിപ്പണായി പോയി. അതോടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് സത്യം ഞാൻ ഫോണ് പോയതിലും വിഷമമായിരുന്നു. എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു. കാരണം ഞാൻ FF വേൾഡിലോട്ട് വന്നിട്ടൊരു 4 വർഷമായില്ലേ. അപ്പോൾ ഈ 4 വർഷത്തിനകത്ത് 4 വർഷമായിട്ട് ഞാൻ സ്റ്റോർ ചെയ്തിട്ടിരിക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്, മ്യൂസിക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് നഷ്ടമായപ്പോൾ ഭയങ്കര വിഷമമായി പോയി. എന്താ പറയുക, 4 വർഷത്തെ അധ്വാനം അല്ലെങ്കിൽ 4 വർഷത്തെ അസറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. പക്ഷേ ഞാൻ ആ കിട്ടിയ സമയത്തിന് കുറച്ച് എപ്പിസോഡ്സൊക്കെ എഴുതി വെച്ചു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇനിയുള്ള എപ്പിസോഡ്സ് ഇടാൻ കഴിയുമെന്നാണ് വിശ്വാസം. കാരണം വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞാനൊരു കോഴ്സ് പഠിക്കുന്ന കാര്യം പറഞ്ഞു. അതൊക്കെ അവതാളത്തിലായി. കാരണം നമുക്ക് ഓരോ ദിവസം പോകുന്നതിനനുസരിച്ച് നമ്മുടെ ക്ലാസ്സുകൾ അതിൽ നിന്ന് മിസ്സായി പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് പിന്നെ റീഅറ്റൻഡ് ചെയ്യാൻ ഇപ്പോൾ റെക്കോർഡ് വേർഷൻ ഓക്കെയാണ്. പക്ഷേ കുറേ പ്രാക്ടിക്കൽ ക്ലാസ്സൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതും അവതാളത്തിലായി. അങ്ങനെ അതൊക്കെ കൂടെ കൊളാബറേഷനായിട്ട് ഞാനിപ്പോൾ തിരികെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഒരുപാട് വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകാം. ഇപ്പം താൻ എന്നെ ആട്ടിപ്പായിച്ചാലും നാളെ എനിക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നൊരു കാലം വരും എന്നെനിക്ക് ഹോപ്പുണ്ട്. ഓ ആണോ? എങ്കിൽ പിന്നെ നമുക്ക് ആ സമയത്ത് സംസാരിക്കാം. ഇപ്പൊ വഴിയെന്ന് മാറും. എന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് തനിക്ക് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല കൗശി. ഒന്ന് പോടി. നീ എന്താണ് ഭീഷണിപ്പെടുത്തണോ അതോ വെല്ലുവിളിക്കുന്നു? ശരി, അങ്ങനെയെങ്കിൽ നിനക്ക് ഞാനൊരു ചാലഞ്ച് തരാം. എൻ്റെ അറ്റൻഷൻ കിട്ടാൻ അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് എന്നെ തിരികെ എത്തിക്കാൻ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നീ ചെയ്യും. അതിന് ചെക്ക് വയ്ക്കാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നു ഞാനും നോക്കാം. ഓക്കെ എന്ന് പറഞ്ഞ് അവൻ അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് പോയി. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് കൗശി. പക്ഷെ അത് നിന്നെ കൊണ്ട് നേരിടാൻ കഴിയുമെന്ന് മാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ. കൗശി ആദിശേഷന്റെ ഓഫീസിൽ വന്നപ്പോൾ അയാൾ അവിടെ ഇല്ലായിരുന്നു. അവൻ അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെറുതെ ഇരിക്കുകയല്ല, അവൻ മിത്രയുടെ കാര്യം ആലോചിച്ചുകൊണ്ടാണ് ഇരുന്നത്. അവനറിയാം അവളിപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്ന്. ഈ ഒരവസ്ഥയിൽ അവൾ എന്തും ചെയ്യാൻ തയ്യാറാകുമെന്ന്. സത്യത്തിൽ ദേഷ്യത്തിലുള്ള മിത്രയല്ല, കരയുന്ന മിത്രയാണ് പേടിക്കേണ്ടതെന്ന് അവനറിയാം. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവൻ മനസ്സിലാക്കിയതാണ് അവൾ കരഞ്ഞതിൻ്റെ ആഴവും ഉറങ്ങാത്ത ദിവസങ്ങളുടെ എണ്ണവും. ഇതവൻ ആലോചിച്ചിരിക്കുമ്പോൾ അവിടേക്ക് അപ്പു വന്നു. എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? പപ്പ ഇല്ലല്ലോ, അപ്പൊ ലിവിംഗ് റൂമിൽ വന്നിരിക്കാത്ത എന്താ? ഏയ് സാറിപ്പോ വരുമല്ലോ. ഇല്ല, പപ്പ വരാൻ ലേറ്റ് ആകും. കൗശേട്ടൻ അവിടേക്ക് വാ, അവിടെ മമ്മിയും ഉണ്ടല്ലോ. ഏയ് വേണടോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ആക്ച്വലി അവനൊന്ന് തനിച്ചിരിക്കണം, അതിനാണ് അവൻ അവളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അവൾ അവിടെ നിന്ന് പോകാൻ കൂട്ടാക്കിയില്ല. അവളോ അവിടെ തന്നെ ഇരുന്നു. പക്ഷേ കൗശിക്കിന് ആ പഴയ ഉന്മേഷമില്ലാത്തത് അവൾ നോട്ടീസ് ചെയ്തു. എന്താ മുഖത്തൊരു വാട്ടം?
എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല ഇല്ല, ഞാൻ വെറുതെ ഇരുന്നതാ. മിത്രയെ മിസ് ചെയ്യുന്നുണ്ടോ? വാട്ട്? അല്ല, ചേട്ടൻ എത്ര നാളും അവളുടെ ഒപ്പം ഉണ്ടായിരുന്നതല്ലേ, അപ്പോൾ അങ്ങനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന്. ഇല്ല ഇല്ല. ഒരുപാട് വെറുപ്പിച്ചിരിക്കും അല്ലേ? അവൾ അങ്ങനെ ഏട്ടാ, എല്ലാവരെയും വെറുപ്പിക്കുന്ന സ്വഭാവമേ പുറത്ത് കാണിക്കൂ. ആരെയും സ്നേഹിച്ച് കൂടെ നിർത്താൻ അവൾക്കറിയില്ല. എപ്പോഴും എനിക്കാരുമില്ല എന്ന തോന്നൽ സൃഷ്ടിച്ച് ആ മിഥ്യയ്ക്കുള്ളിൽ അത് സത്യമാണെന്ന് വിശ്വസിച്ച് ജീവിക്കാനാണ് അവൾക്കിഷ്ടം. അതുകൊണ്ട് അവൾക്ക് ഞങ്ങളെയൊന്നും അവളുടെ ആരും അല്ല എന്നൊരു തോന്നലാ. ഞാൻ പലതവണ അവളോട് അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അവളുടെ വിഷമങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെല്ലാം നിരാശയായിരുന്നു ഫലം. ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിന് പിന്നിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാകില്ലേ? ഉണ്ടാകും. ഒരുപക്ഷേ അവളുടെ മമ്മയോടുള്ള അമിത സ്നേഹമോ മറ്റോ ആയിരിക്കും. അവളുടെ മമ്മ മാത്രമേ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കൂ എന്നൊരു വിശ്വാസം കൊണ്ടായിരിക്കും. എൻ്റെ മമ്മി അവളെ സ്നേഹിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. പപ്പയോ? ഇത് ചോദിച്ചു നിൽക്കുമ്പോൾ ആദിശേഷം അവിടേക്ക് വന്നു. നീ എന്തിനാ ഇവിടേക്ക് വന്നത്? അല്ല, വെറുതെ കൗശികേട്ടൻ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ട്. പൊയ്ക്കോ. അവൾ കൗശിക്കിനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോയി. പിന്നെ കൗശിക് കാത്തിരുന്ന് മുഷിഞ്ഞോ? ഇല്ല സാർ. ദെൻ ഇവിടുത്തെ വർക്കൊക്കെ എങ്ങനെയുണ്ട്? സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? നോ സർ, അഡ്ജസ്റ്റബിൾ ആണ്. മിത്രയുടെ കൂടെ എങ്ങനെയായിരുന്നു? അവള് നിനക്ക് ജോലിയും തരില്ലായിരുന്നു അല്ലേ? അതെന്താ അവൾ വർക്ക് തരാതിരുന്നത് കൗശിക്കിന്? അറിയില്ല സർ, എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്നൊക്കെയാ പറഞ്ഞിരുന്നേ. ചെയ്താലല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാകൂ അല്ലേ? മിത്ര നിനക്ക് മുമ്പേ പരിചയമുണ്ടോ? നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണോ? അല്ല സർ. പിന്നെ? ഞങ്ങളൊരു സ്കൂളിലാണ് പഠിച്ചത്. ആ പരിചയമുണ്ടോ? ആ പരിചയം മാത്രമേ ഉള്ളൂ. നോക്ക് കൗശി, ഞാൻ അവളുടെ പപ്പയാ. സോ അവൾ റിലേറ്റഡ് ആകുന്ന എന്തെങ്കിലും കാര്യം എന്നോട് പറയാൻ പാടില്ലാത്തതായിട്ടുണ്ടാകുമോ? ഒരു മകളെക്കുറിച്ച് പപ്പ അറിയാൻ പാടില്ലാത്തതെന്തെങ്കിലും? അങ്ങനെയൊന്നുമല്ല സർ. സാറിനെല്ലാം അറിയാമെന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ മകളെക്കുറിച്ച് എനിക്കറിയാം, പക്ഷേ കൗശികിനെ കുറിച്ച് എനിക്കറിയില്ല. നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണെന്നും എനിക്കറിയില്ല. അതെന്താണെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ലുക്ക് അറ്റ് മീ കൗശിക്. അന്നത്തെ സംഭവത്തോടെ നിങ്ങൾ തമ്മിലുള്ള ഹിഡൻ കണക്ഷൻ ഇപ്പോൾ വിസിബിൾ ആണ്. അത് എന്ത് തരം കണക്ഷൻ ആണെന്ന് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ളൂ. സാർ, അത് അവൻ അവൻ്റെ പാസ്റ്റിലെ സംഭവങ്ങൾ മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ആദിശേഷനോട് പറഞ്ഞു. സോ ഇതിനു വേണ്ടിയിട്ടാണ് മിത്ര എന്നോട് ഈ എംടി സ്ഥാനം വിലപേശി വാങ്ങിയത്. എന്താ സർ? ഒന്നുമില്ല. കൗശിക്, നിനക്കറിയാലോ, അവളൊരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പെൺകുട്ടിയാണ്. അതായത് മറ്റൊരാളുമായി പകുതി വിവാഹം കഴിഞ്ഞ പെൺകുട്ടി. മോതിരം മാറിക്കഴിഞ്ഞാൽ പകുതി വിവാഹം കഴിഞ്ഞു എന്നാണ് പഴമക്കാർ പറയാറ്. അങ്ങനെ ഒരു പെൺകുട്ടി മറ്റൊരാളുമായി അഫെയറിലാവുക എന്നുള്ളത് എന്തുതരം വിരോധാഭാസമാണ് സാർ? എനിക്കറിയാം, ഞാൻ അവളെ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ സാറിനറിയാലോ സാറിൻ്റെ മകളുടെ സ്വഭാവം. ഐ നോ. അവളെ മറ്റാരെക്കാളും എനിക്കറിയാം. ഒരു കാര്യം അവൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്മാറ്റാൻ ദൈവം വന്ന് നേരിട്ട് പറഞ്ഞാൽ പോലും സാധിക്കില്ല. അതുതന്നെയാണ് അവളുടെ പരാജയവും. കൗശിക് ഇപ്പോഴല്ലേ അവളെ സഹിക്കാൻ തുടങ്ങിയത്? ഞാൻ അവളെ ഓൾമോസ്റ്റ് 6 വയസ്സ് മുതൽ സഹിക്കാൻ പാടുപെടുന്നുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭയങ്കര അഗ്രസീവായിട്ടുള്ള സ്വഭാവമാണ് അവൾക്കുള്ളത്. യുനോ, അപർണയ്ക്ക് ഒരു 4-5 വയസ്സുണ്ടാകും. ഒരുമിച്ച് കളിക്കുന്നതിനിടയ്ക്ക് ഒരൊറ്റ തള്ള സ്റ്റെയർ കേസിൽ നിന്ന് 18 പടികൾ കടന്ന അവൾ നിലത്ത് വന്ന് വീണത്. ജസ്റ്റ് ഇമാജിൻ ദ സിനാരിയോ. ഹൗ ഹൊറബിൾ. അതുപോലെ ശ്രീദേവിയുടെ കയ്യിൽ കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതും, കഴിക്കാൻ കൊടുക്കുന്ന ആഹാരം തട്ടിയെറിയുക,
കൂടെ പഠിക്കുന്ന സഹപാഠികളെ ആക്രമിക്കുക, അവരുടെ മുഖത്ത് പെൻസിൽ കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുക, ഇങ്ങനെയുള്ള വൈകൃതമായ സ്വഭാവമാണ് അവൾക്കുള്ളത്. അവസാനം അവളെ ഞങ്ങളുടെ കൺവിട്ട് നിന്നൊരു ബോർഡിംഗ് സ്കൂളിലേക്ക് കൊണ്ടു ചേർത്തു. ഒരുപക്ഷെ ശ്രീദേവിയും അപ്പൂനെയും കാണുന്നവളോട് ദേഷ്യമെന്ന് കരുതിയിട്ടു. പക്ഷെ അവിടെയും അവൾ ഇതുതന്നെ തുടർന്നു. അവസാനം +1 പഠിക്കുമ്പോൾ കൂടെ പഠിക്കുന്ന ഒരു ചെക്കനെ മനഃപൂർവ്വം ടോയ്ലറ്റിൽ മണിക്കൂറുകളോളം പൂട്ടിയിട്ടതിന് അവൾ ആ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അതിനാണോ അവൾ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്? അതെ. എന്താ? അവൾ പക്ഷേ മറ്റൊരു റീസണാണ് അന്ന് പറഞ്ഞതെന്നുള്ള കാര്യം അവൻ ഓർത്തു. ഇവിടെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, പഠിച്ചുകൊണ്ടിരുന്ന സ്കൂൾ എന്തിനാ മാറിയത്? അവിടെയുള്ള എല്ലാവരും എന്നെ ഈ അസുഖത്തിൻ്റെ പേരിൽ ബുള്ളി ചെയ്യുന്നത് കൊണ്ടാണ് മാറിയെന്ന് ഞാനെങ്ങനെയാണ് പറയാം? എങ്കിലിവിടെ ഉള്ളവരും എന്നെ അതിൻ്റെ പേരിൽ ബുള്ളി ചെയ്യും. അങ്ങനെ ഞാൻ അവളെ എന്നെയും പരിചയമില്ലാത്ത ഒരു സ്കൂളിൽ കൊണ്ടു ചേർത്തു. ഇവിടെയല്ല, അങ്ങ് പത്തനംതിട്ടയിൽ. അവിടെ 1 വർഷം കുഴപ്പമില്ലാതെ പോയി. പക്ഷെ 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അവളുടെ സ്വഭാവം മാറി. എന്തു പറ്റി? എന്തു പറ്റാൻ? വീണ്ടും പഴയതുപോലായി. പഴയതിനേക്കാൾ മോശമായെന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ഞാൻ മനസ്സിലാക്കി, അവളെ ഒരിക്കലും തിരുത്താൻ കഴിയില്ല. ഞാൻ വെറുതെ പറയുകയല്ല കൗശി. അവൾക്ക് അവളുടെ മമ്മയുടെ സ്വഭാവമാണ്. അതേ അഗ്രഷനും ഷോർട്ട് ടെമ്പേർഡ് സ്വഭാവം നമുക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സ്നേഹത്തിൻ്റെ പേരും പറഞ്ഞു അവർ നമ്മളെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും. മിത്രയുടെ മമ്മയുമായിട്ടുള്ള എൻ്റെ ജീവിതം നരകതുല്യമായിരുന്നു വേണമെങ്കിൽ പറയാം. അവളെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ നോക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. എന്തിനും ബിസിനസ് ആവശ്യത്തിന് വരുന്ന ഫോൺ കോൾ പോലും അതാണാണോ പെണ്ണാണോ എന്ന് ഉറപ്പുവരുത്തി അവളുടെ മോഡറേറ്റിംഗ് ഇല്ല, സംസാരിക്കാൻ കഴിയില്ല എന്നായി. ജീവിതം തന്നെ മടുത്തുപോയി. വല്ല വിധേനയെ ഞാൻ അവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഷിനോ കൗശിക്, ഇപ്പോഴും അവളുടെ മമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങിയത് ശ്രീദേവിയും അപ്പുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. ഞാൻ ഇപ്പോഴും പറയുന്ന കൗശി, ജീവൻ വേണേ രക്ഷപ്പെട്ടോ. അതിൻ്റെ ഒരു ഹെൽപ്പ് എന്ന രീതിക്കാണ് ഞാൻ നിന്നെ ഇവിടേക്ക് ഷിഫ്റ്റ് ആക്കിയത്. സാർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഋത്തിക്കിനെ കുറിച്ചാണ്. അവനെന്ത് പിഴച്ചു? മിത്രയെ പോലൊരു പെണ്ണ് ഋത്തിക്കിനെ പോലൊരു ചെക്കന് ചേരും. അവിടെയാണ് കൗശിക്കിന് മനസ്സിലാകാത്തത്. അവൾ അഗ്രസീവായിട്ട് സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിയെ മാത്രമേ ടോർച്ചർ ചെയ്യൂ, അല്ലാത്തവരവൾ മൈൻഡ് പോലും ചെയ്യില്ല. ഇത്ര നാളായിട്ട് മിത്രയുടെ ക്യാരക്ടർ ശരിയല്ലെന്ന് പറഞ്ഞ് ഒരു കംപ്ലൈൻറ്റ് പോലും ഋത്തിക് പറഞ്ഞിട്ടില്ല. അവർ തമ്മിൽ ഇതുവരെ ഒരു വഴക്കുണ്ടായിട്ടില്ല. അതാണ് വ്യത്യാസം. അതാണ് ഞാൻ പറഞ്ഞത്, അവരെ ചേരുള്ളൂ. അവരാണ് ചേരേണ്ടത്. പക്ഷേ അവൾ എന്നെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്യുന്നു. ജസ്റ്റ് ഇഗ്നോർ ഹർ. അവളുടെ നാടകം കാണാൻ ആളില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവൾ തന്നെ എല്ലാം അവസാനിപ്പിക്കും. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. പെട്ടെന്ന് കൗശികിൻ്റെ ഫോൺ റിങ് ചെയ്തു. മിത്ര, ഡോണ്ട് അറ്റൻഡ് ഹർ കോൾ. പുട്ട് യുവർ ഫോൺ സ്വിച്ച് ഓഫ് ഫോർ സൈലന്റ്. അവൻ പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആക്കിയത്. ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത് കാരണം പിന്നീട് കൗശിയുടെ ഫോണിലേക്ക് മിത്ര വിളിച്ചോ എന്നറിയില്ല. അവൻ വൈകുന്നേരം വീട്ടിലെത്തിയതിന് ശേഷമാണ് ഫോൺ ഓണാക്കിയത്. അതും നാട്ടിൽ വിളിക്കണമെന്നുള്ളതുകൊണ്ട് മാത്രം. അപ്പോഴും ആസ് യൂഷ്വൽ ടൺ കണക്കിന് മിത്രയുടെ മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു. സത്യത്തിൽ അവർക്ക് ഭ്രാന്താണോ എന്നവൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി. ഫ്രഷായി കഴിഞ്ഞു വന്ന് കിരണിൻ്റെ റിക്കിയുടെയും കോളിന് മാത്രം റിപ്ലൈ നൽകി. മിത്രയുടെ കോൾ അവൻ സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞു. പിറ്റേ ദിവസവും കൗശി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് തന്നെയാണ് ഓഫീസിലേക്ക് പുറപ്പെട്ടത്. അത് കഴിഞ്ഞ് നേരെ കിരണിൻ്റെ അടുത്തേക്ക്. നീ വേറെ ഫ്ലാറ്റിലേക്ക് മാറിയെന്ന് പറഞ്ഞു? ആ, കമ്പനി വകയാ. അത് കൊള്ളാലോ. പിന്നെ അതിനുശേഷം മിത്ര വിളിച്ചോ? ഇന്നലെ രാത്രി എന്നെ വിളിച്ചതിന് ശേഷം? പിന്നെ വിളിക്കാതിരിക്കുമോ? പക്ഷേ ഇന്ന് രാവിലെ കോളൊന്നും വന്നില്ല. ആ, ടയേർഡായി കാണൂടാ. അല്ലെങ്കിലോ അത്രേ ഉള്ളൂ.
നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കാൻ അവൾ റോബോട്ടൊന്നും അല്ലല്ലോ, മനുഷ്യനല്ലേ. നിന്റെ സാറ് പറഞ്ഞതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവൾക്ക് തന്നെ എല്ലാം മതിയാകുമായിരിക്കും. ശരി, നീ അത് വിട്. ഇനി അവളുടെ കാര്യം ഇനി സംസാരിക്കണ്ട. പിന്നെ നമുക്കൊരു ദിവസം നാട്ടിൽ പോകണ്ടടാ. നീ ഇവിടേക്ക് വന്നിട്ട് പിന്നെ നാട്ടിലോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. അച്ഛന് പണം മാത്രം അയച്ചു കൊടുത്താൽ പോരാ, മോനെയും കാണണമെന്നൊക്കെ തോന്നും. പോകാം, നെക്സ്റ്റ് വീക്കെൻഡിൽ ഞാൻ പോകണം തന്നെയാണ് പ്ലാൻ ഇട്ടുന്നത്. അവൻ അവിടെ കുറച്ചു നേരം ചെലവിട്ടിട്ട് രാത്രിയാണ് തിരികെ ഫ്ലാറ്റിലേക്ക് എത്തിയത്. പക്ഷേ ഇപ്രാവശ്യവും മിത്രയുടെ ഒരു കോളും വന്നില്ല. സീരിയസ് ആയിട്ടും അവൾ മതിയാക്കിയിരിക്കുമോ എന്നൊരു സംശയം അവൻ്റെ മനസ്സിലേക്ക് വന്നു. എന്നാലും അവൻ്റെ സംശയങ്ങൾക്കും ചിന്തകൾക്കുമെല്ലാം അധിക സമയം കൊടുക്കാതെ അവൻ പെട്ടെന്ന് ബെഡിലേക്ക് ചാഞ്ഞു. രാത്രി ഒരു 1:30 മണിയോടടുത്തതും അവൻ്റെ ഫോൺ റിങ് ചെയ്തു. പക്ഷെ അത് സൈലന്റ് ആയത് കാരണം അവനതറിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവൻ കണ്ണു തുറന്നു. അവൻ ഫോൺ എടുത്ത് നോക്കി. മിത്രയായിരിക്കുമെന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷേ അതൊരു അൺനോൺ നമ്പർ കോളായിരുന്നു. മിത്ര നമ്പർ മാറ്റി വിളിക്കുന്നതായിരിക്കും എന്നവൻ ഊഹിച്ചു. പക്ഷേ കണ്ടിന്യൂസ് കോൾ വന്നത് കാരണം അവൻ അത് അറ്റൻഡ് ചെയ്തു. മറുതലയ്ക്കൽ ഒരു മെയിൽ വോയിസ് ആയിരുന്നു. ഹലോ, അതെ, നിങ്ങളാരാ? എന്താ, എന്ത് പറ്റി? മിത്ര ഈ ഹോസ്പിറ്റലിലുണ്ട്. ഷീസ് ഇൻ സീരിയസ്. താങ്കൾക്കൊന്ന് വരാൻ കഴിയും? കൗശികനൊന്നും മനസ്സിലായില്ല. ഇതും മിത്രയുടെ പുതിയ ഡ്രാമ ആയിരിക്കുമോ എന്ന് തന്നെയാണ് അവൻ സംശയിച്ചത്. എന്നാലും അവൻ വരാമെന്ന് സമ്മതിച്ചു. എന്നിട്ട് ഉടനെ തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ഒരുപാട് ആശങ്കകളും ചോദ്യങ്ങളും അവൻ്റെ മനസ്സിലേക്ക് നിറഞ്ഞു വന്നു. കുറച്ച് സമയത്തിനകം അവൻ ആ ഹോസ്പിറ്റലിലെത്തി. റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ അവർ ICU വാർഡാണ് പറഞ്ഞത്. അവൻ ഓടി അവിടേക്ക് വന്നു. അവിടെ പുറത്ത് തന്നെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. നിങ്ങളാണോ വിളിച്ചത്? യെസ്. നിങ്ങളാണോ കൗശിക്? അതെ. അയാൾ കൗശിക്കിനെ ഒന്ന് അടിമുടി നോക്കി. എന്താ ഇവിടേക്ക് വരാൻ പറഞ്ഞത്? മിത്ര എവിടെയാ? ICUവിലാണ്. ICUവിലോ? എന്തു പറ്റി? സൂയിസൈഡ് അറ്റംപ്റ്റ്. സൂയിസൈഡോ? യെസ്. ഇന്നലെ രാത്രി ഫ്ലാറ്റിനകത്ത് വെയിൻ കട്ട് ചെയ്ത് മിത്ര ആത്മഹത്യക്ക് ശ്രമിച്ചു. അടുത്തുള്ള ഫ്ലാറ്റുകാർ ബാത്റൂമിൽ നിന്ന് ഒരുപാട് വെള്ളം പോകുന്ന ശബ്ദം കേട്ടിട്ടാ വാതിൽ തള്ളി തുറന്ന് നോക്കിയപ്പോൾ ബാത്ത് ടബിൽ രക്തത്തിൽ കുളിച്ചെടുക്കുന്ന മിത്രയെ എല്ലാവരും കണ്ടത്. അവരാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ഇപ്പോൾ ലാസ്റ്റ് 24 hours അവൾ ICUവിലാണ്. നിങ്ങളാരാ? അവളുടെ ഒരു വെൽവിഷോ? എനിക്ക് അവളൊന്ന് കാണാൻ കഴിയൂ? നിങ്ങൾക്ക് മാത്രമേ അവളെ കാണാൻ കഴിയൂ. ബിക്കോസ് നിങ്ങളെ മാത്രമേ അവൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ 24 hours അൺകോൺഷ്യസിൽ നിന്നും ബോധം വന്നപ്പോൾ അവൾ ആദ്യം ചോദിച്ചത് നിങ്ങളെയാണോ? അതാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾക്ക് പോയി കാണാം. താങ്ക് യു. അവൻ ചെറിയ ആശങ്കയോടെ തന്നെ ICU റൂമിലേക്ക് കയറി. എന്നാലും ആ പറഞ്ഞതാൽ അവന് വിശ്വസിക്കാൻ ചെറിയ മടിയുണ്ടായിരുന്നു, അവളെ നേരിട്ട് കാണുന്നത് വരെ. യെസ്, പറഞ്ഞ സത്യം തന്നെയാണ്. കൈത്തണ്ടയിൽ ചോരയിൽ മുറ്റി നിൽക്കുന്നൊരു കെട്ട് അവൻ ശ്രദ്ധിച്ചു. പക്ഷെ എന്തിനു വേണ്ടി? അത് മാത്രം അവന് മനസ്സിലായില്ല. മിത്ര, അവന്റെ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അതോടൊപ്പം അവൾ കണ്ണിൽ നിന്ന് അണമുറിയാതെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. എന്തൊക്കെയോ ആവലാതികൾ പറയുന്നത് പോലെ. കൗശി, എന്നത്തെ പോലെയുള്ള വിളിയല്ല ഇത്.
ഈ വിളിയിൽ അവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. നീ എന്താ ഈ കാണിച്ചത്? ട്രെയിൻ കട്ട് ചെയ്യാൻ മാത്രം എന്താ സംഭവിച്ചത്? എന്തിനാ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുന്നത് മിത്ര? നീ കൊച്ചു കുട്ടിയാണോ? എന്തിനാ ഇങ്ങനെ ചെയ്തേ? I called you many times. So? ഞാൻ വിളിച്ച കോളുകളൊന്നും അറ്റൻഡ് ചെയ്തില്ല. ഞാൻ അയച്ച മെസ്സേജുകൾക്കൊന്നും റിപ്ലൈ ഇല്ല. സോ ഞാൻ മരിച്ചു എന്ന് കേട്ടാലെങ്കിലും താൻ വരുമെന്നറിയാനാ. നിനക്ക് ഭ്രാന്താണ്. നിനക്ക് ഭ്രാന്താണ് മിത്ര. എനിക്ക് നീ എന്നാൽ ഭ്രാന്താണ്. മതിയാക്കിക്കോ. എന്റെ ക്ഷമ പരീക്ഷിക്കുന്നതിനൊരു പരിധിയുണ്ട്. വന്ന് നിനക്ക് എന്തും ചെയ്യാമെന്നായി എന്നോട്. തനിക്ക് ബുദ്ധിമുട്ടായെങ്കിൽ പൊയ്ക്കോ. എനിക്കൊന്ന് തന്നെ കണ്ടാൽ മതിയായിരുന്നു. കണ്ടു. ഇനി പൊയ്ക്കോ. നീ ഒരിക്കലും നന്നാവില്ലെന്ന് ശപഥം എടുത്തിരിക്കണോ? ഈ നന്നാവില് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? തന്നെ മറക്കണമെന്നാണെങ്കിൽ ഞാൻ ഒരിക്കലും നന്നാവില്ല. ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, മിത്ര ഒരു ഭീരുവാണ്. ഊതി വീർപ്പിച്ച ബലൂൺ പോലെ പുറമെ തൻ്റെതായിട്ട് പെരുപ്പിച്ച് കാണിച്ചിട്ട് ഉള്ളിൽ ഈ ഭീരുത്വം നിറച്ചുകൊണ്ട് നടക്കുവാണല്ലേ. പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാതെ ഒളിച്ചോടുന്ന ഭീരു. ഏത് തൻ്റെയും ഭീരുവാകും? താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആൾ തനിക്ക് നഷ്ടമാകുമെന്ന് ഭയം വന്നാൽ എല്ലാവരും ഭീരു തന്നെയാണ്. പിന്നെ പ്രശ്നങ്ങളെ പടച്ചട്ടയിട്ട് നേരിടാൻ ഞാൻ യോദ്ധാവൊന്നുമല്ല കൗശി. ഞാനൊരു തടവുകാരിയാണ്. തൻ്റെ മനസ്സിൻ്റെ തുറങ്കിൽ തൻ്റെ കുറ്റപ്പെടുത്തലും കുത്തവാക്കുകളും മാത്രം സ്വീകരിക്കാൻ വിധിക്കപ്പെട്ടൊരു തടവുകാരി. നീ വിട്ടാൽ ഇനിയും സംസാരിക്കുമെന്ന് എനിക്കറിയാം. നിന്നെ സ്ട്രെസ് എടുപ്പിക്കരുതെന്നാ നഴ്സ് പറഞ്ഞത്. നീ റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങി. എന്തായി? നിങ്ങൾ അവരുടെ ആരാ? ഞാനൊരു വെൽവിഷർ. ഒരു പക്ഷേ ഈ ലോകത്ത് മിത്രയ്ക്ക് വേണ്ടി ഒരു വെൽവിഷർ ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. ഷീസ് മൈ പേഷ്യൻ്റ്. പേഷ്യൻ്റ്? നിങ്ങൾ ഡോക്ടറാണോ? യെസ്. വർഷങ്ങളായി അവളെ ചികിത്സിക്കുന്നത് ഞാനാണ്. ചികിത്സയോ? എന്തിനു വേണ്ടി? ഓ, അവളുടെ എപ്പിലെപ്സി ചികിത്സിക്കുന്ന ഡോക്ടറാണോ? എപ്പിലെപ്സി? അങ്ങനൊരു രോഗം അവൾക്കുള്ളതായിട്ട് എനിക്കറിയില്ലല്ലോ. വാട്ട്? അപ്പോൾ അവൾ മെഡിസിൻ എടുക്കുന്നത്? മെഡിസിൻ എടുക്കുന്നുണ്ടാകും, പക്ഷെ അത് ആ രോഗത്തിനുള്ളതല്ല. എനിക്കറിയാം. അവൾ കള്ളങ്ങൾ മാത്രമേ പറയൂ. അവളുടെ ജീവിതത്തിൽ സത്യങ്ങൾ പറഞ്ഞ ദിവസങ്ങൾ വളരെ വിരളമായിരിക്കും. കള്ളം പറയാൻ മാത്രമേ അവൾ വാതുറക്കുന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഈ കിടക്കുന്നത് പോലും ഡ്രാമയാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കുടിച്ച വെള്ളത്തിൽ എനിക്ക് അവളെ വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ പോകുന്നു. അവൾ ചോദിച്ചാൽ ഞാൻ പോയെന്ന് പറഞ്ഞേക്ക്. ഇനി ഒരിക്കലും അവളെ കാണാൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്നും പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നിറങ്ങി. അവൻ പോയി കഴിഞ്ഞതും ഡോക്ടർ രവി അവളുടെ അടുത്തേക്ക് വന്നു. എന്താ? അയാൾ പോയോ? ആ, നിനക്ക് എപ്പിലെപ്സി ഉണ്ടെന്ന് അയാളോട് കള്ളം പറഞ്ഞോ? അത് അന്ന് പഠിക്കുന്ന സമയത്ത് മെഡിസിൻ എടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ സത്യം പറയാൻ മടിച്ച് ഞാൻ കള്ളം പറഞ്ഞു. പക്ഷേ അതവൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടോ? യെസ്, ബിക്കോസ് ഹീ ഈസ് കൺസേൺഡ് അബൌട്ട് യുവർ ഹെൽത്ത്. ആസ് എ സൈക്യാട്രിക് എനിക്കത് പറയാൻ കഴിയും. അപ്പോൾ സൈക്യാട്രിക് പറയും, ആ പോയ ആളെ തിരികെ കൊണ്ടുവരാൻ കഴിയൂ? അതിന് സൈക്കോയാൽ നീയും നന്നാവണം പെണ്ണെ. അപ്പോൾ ഇനി വരില്ലേ? വരും, അയാൾ വരും. വരാതെ എവിടെ പോകാനാ? ആ പിന്നെ, ഇത്ര നാളെ നീ കൗശി കൗശി എന്ന് നിലവിളിച്ചപ്പോൾ ഞാനും കരുതി അതിനും മാത്രം മന്മഥനാണോ എന്ന്. പക്ഷെ നേരിൽ കണ്ടപ്പോൾ മനസ്സിലായി നീ എന്തുകൊണ്ടാ ഇങ്ങനെ വിടാതെ ഉടുമ്പ് പോലെ പിടിച്ചിരിക്കുന്നതെന്ന്. ആള് ചുള്ളനാ കേട്ടോ. ആ വേദനക്കിടയിലും അവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു.
അതേസമയം ഫ്ലാറ്റിൽ തിരിച്ചെത്തിയ കൗശികന് അപ്പോഴും കലിയടങ്ങിയിരുന്നില്ല. കള്ളം പറഞ്ഞ് ഇത്ര നാളും അവനെ പറ്റിച്ചതിന്റെ ഫ്രസ്ട്രേഷൻ അവനുണ്ടായിരുന്നു. ഒന്നല്ല 2 കള്ളങ്ങളാണ് അവൾ ഒരേ സമയം അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. അവളുടെ അസുഖത്തിനെക്കുറിച്ചും അസുഖത്തിന്റെ പേരിൽ സ്കൂളിൽ ബുള്ളിങ് നേരിട്ടു എന്നൊക്കെ. ഇനിയും എത്ര കള്ളങ്ങൾ അവൾ പറഞ്ഞിട്ടുണ്ടാകും. അവളുടെ കണ്ണുനീരിനെ പോലും വിശ്വസിക്കാൻ അവന് മടിയായി. പക്ഷേ സമയം കടന്നു പോകവേ അവന്റെ ഓവർ തിങ്കിങ് അവനെ മറ്റൊരു സ്റ്റേജിൽ എത്തിച്ചു. എന്തെന്നാൽ അവിടെ നിന്നത് അവളുടെ ഡോക്ടറാണെന്നാണല്ലോ പറഞ്ഞത്. അതെന്തിനു ചികിത്സിക്കുന്ന ഡോക്ടറായിരിക്കും? അവൾക്ക് എന്താണ് അസുഖം എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി അവനുണ്ടായി. അവിടെ നിന്ന് ഡോക്ടർ ആരാണെന്നറിയാനുള്ള ആകാംക്ഷയുണ്ടായി. അവൻ ഗൂഗിളിൽ അയാളുടെ പേര് സെർച്ച് ചെയ്തു. ഡോക്ടർ രവി മേനോൻ, സീനിയർ സൈക്യാട്രിക് ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജി അറ്റ് മനോശാന്ത് ഹോസ്പിറ്റൽ. ഈ പേര് അവൻ എവിടെയോ കേട്ടുള്ളതുപോലെ ഓർത്തെടുത്തു. ഹോസ്പിറ്റലിൽ പറഞ്ഞു, ആ, ഇവിടെ അടുത്ത് മനോശാന്ത് എന്നൊരു മെൻ്റലി ചാലഞ്ചിങ് പീപ്പിൾസ് വേണ്ടിയുള്ള ഹോസ്പിറ്റലുണ്ട്. അവിടുത്തെ പാർക്കിൽ വെച്ച്. അവിടെ പലരും പോയി ഇരിക്കാറുണ്ട്. അവിടെ വെച്ചായിരുന്നു പിന്നീടുള്ള കണ്ട്. യെസ്, മിത്ര എപ്പോഴും പോയിരിക്കുന്ന ആ പാർക്കുള്ള ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലും ഡോക്ടറും മിത്രയും തമ്മിൽ എന്താണ് ബന്ധം? അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ഇന്നലെ വന്ന നമ്പറിലേക്ക് തിരികെ വിളിച്ചു. ഹലോ, ഞാൻ കൗശിക്കാണ്. എനിക്ക് നിങ്ങളൊന്ന് കാണാൻ കഴിയുമോ? ഞാൻ എവിടെയാ വരേണ്ടത്? നാളെ ഡോക്ടർ എവിടെ കാണും? ഞാൻ ഹോസ്പിറ്റലിൽ കാണും. ഇവിടെ മനോശാന്ത് എന്നൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ അവിടേക്ക് വന്നോളൂ. ഓക്കെ ഡോക്ടർ, ഞാൻ നാളെ ഈവനിങ് വരാം. ഓക്കെ. പിറ്റേന്ന് കൗശിക്കിന് എങ്ങനെയെങ്കിലും ഒന്ന് വൈകുന്നേരം ആയാൽ മതിയെന്നായി. അവൻ സമയം നോക്കി അവസാനം ഓഫീസ് ടൈം കഴിഞ്ഞതും അവിടെ നിന്ന് നേരെ അവൻ ഹോസ്പിറ്റലിലേക്ക് എത്തി. ആ ഹോസ്പിറ്റൽ അന്ന് ഋത്തിക് പറഞ്ഞതുപോലെ മാനസിക വെല്ലുവിളി നേരിടുന്നവർ മാത്രമല്ല, മാനസിക നില തെറ്റിയവർക്കും കൂടിയുള്ള ഹോസ്പിറ്റലാണെന്ന് അവിടുത്തെ ഹോസ്പിറ്റൽ കണ്ടപ്പോഴാണ് അവന് മനസ്സിലായത്. അവൻ ഡോക്ടർ രവിയുടെ റൂം കണ്ടുപിടിച്ചു അവിടേക്ക് ചെന്നു. എനിക്കറിയാമായിരുന്നു കൗശി, നീ എന്നെ അന്വേഷിച്ചു വരുമെന്ന്. കയറി വരൂ. അവൻ ഡോക്ടറിന്റെ റൂമിലേക്ക് കയറി. എന്താ പെട്ടെന്ന് എന്നെ കാണണമെന്ന് തോന്നാനുള്ള കാരണം? ഞാനിവിടേക്ക് വരുമെന്നറിയാവുന്ന ഡോക്ടറിന് ഞാൻ എന്തിനു വേണ്ടിയാണ് വരുന്നതെന്നും കൂടി അറിയുമായിരിക്കുമല്ലോ. അറിയാം, എന്നാൽ അത് കൗശിക് തന്നെ പറയുന്നതല്ലേ അതിൻ്റെ ശരി. മിത്രയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? കൗശിക്കിനും നേരിട്ട് പോയി ചോദിക്കാമല്ലോ. ഞാനിനി പോകില്ല. അവളെ ഇനി കാണുകയും വേണ്ട. അത്രയ്ക്കും കടുത്ത തീരുമാനം വേണോ കൗശി? ഡോക്ടർ അവളുടെ ആരാ? ഒരു വെൽവിഷർ എന്ന് പറഞ്ഞാൽ എന്തു തരം വെൽവിഷർ? നിങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ഡോക്ടറിന് പേഷ്യന്റിനോടുള്ള കൺസേൺ? നോ. അതിനുമപ്പുറം ഒരു അച്ഛൻ മകൾ ബന്ധം.